കഴിഞ്ഞ തവണ ഇവന്മാരൊക്കെ കൂടെ എന്നെ വളഞ്ഞു തൂക്കി. ഇത്തവണ ഞാൻ പൊളിക്കും. അപ്പൊ ഈ ട്രിപ്പ് അടിപൊളിയായിരിക്കുമല്ലേ? അന്ത് നീ പറഞ്ഞില്ലേ? മൂഞ്ചി സാരമില്ല, അടുത്തേൽ പിടിക്കാം. എന്ത് മനോഹരമായ ന്യൂയോർക്കിൽ വരുന്ന റോഡുകളാണ് നമ്മുടേത്. ഇതിന് മാത്രം അൺലിമിറ്റഡ് മൂത്ര ഇവൻ എവിടെ നടക്കും? പറ്റിയ ടൈം. ഇപ്പൊ കയറി അങ്ങ് സ്കോർ ചെയ്യാം. സാമാനമുള്ളവന്മാർ ഒഴിക്കും, അല്ലാത്തവന്മാരിങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത്. പഴയ കോമഡി ആയതുകൊണ്ടാണ് ഏക്കാത്തത്. ട്രെൻഡിങ് സാധനം ഇറക്കാം. ഹേ പ്രഭു, ഹരി രാം കൃഷ്ണ ജയ. യവൻ ചിരിച്ച് ഇവിടെ പിടിക്കാം. ഹേ പ്രഭു, ഹേ പ്രഭു. പ്രഭുവിന്റെ അണ്ടി അയച്ചു പോ. ഇവന്മാരെ കലമ്പളിയാ. നമുക്ക് രണ്ടും കൂടെ വേറെ ട്രിപ്പ് പോവാ. നീ വാ. നിനക്ക് വേണ്ടെങ്കിൽ നീ ഇറങ്ങി പോടേ. കഴിഞ്ഞ തവണ ഊക്ക് കിട്ടി കിളിഞ്ഞ സ്ഥിതിക്ക് ഇത്തവണ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. എടാ, ഞാൻ ഇന്നലെ ഡോക്ടറിനെ കണ്ടിരുന്നു. എനിക്കെന്തോ വലിയ അസുഖമാണ്. കയറിപ്പോയ 2 മാസം. അതിനകത്ത് ഞാൻ പോവും. ഇവിടെ കൊണ്ടാ എന്നെ ഊക്കണതാണ് നിങ്ങളെ സന്തോഷമെന്ന് എനിക്കറിയാം. 2 മാസം കൂടെ തന്നല്ല. നിങ്ങൾക്ക് സന്തോഷം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഏറ്റവും തോന്നുന്നു ഇനി ഇവന്മാര് സിമ്പതി കാണിക്കുമ്പോ പിടിച്ചൂക്കി വിടാം. നീ വിഷമിക്കണ്ടടാ, നിന്റെ കൂടെ ഞാൻ ഉണ്ട്. അതിന് നീ എന്താ ഉദ്ദേശിച്ചതേ? എല്ലാത്തിനും നമ്മളും കൂടെ കാണുമെന്നാണ്. എന്നാ എനിക്ക് വരെ നീ ചാവും. എന്തിനാ പ്രശ്നം? എന്റെ അച്ഛൻ പെറ്റി. എന്റെ അമ്മോ എജ്ജാതി മാസ്. ഇനി ഈ ഇരിപ്പിലങ്ങ് ചുക്കാമണി അപ്രത്യക്ഷമാവണം. എങ്കിലും ആനന്ദം പരമാനന്ദം. ഇനി കുറച്ച് മാസ് ഇടാം. ഈ വണ്ടിക്കകത്ത് എന്തൊരു ചൂടറാ. നിക്കറോട്ട് ഇതിനകത്ത് കിട്ടി, സാരമില്ല, ഡിഫെൻഡ് ചെയ്തേക്കാം. നിക്കർ വരാൻ സൗകര്യമില്ല. അതിന് മുള്ള സാധനം എനിക്ക് വയ്യാത്തയാണ്. എന്നാ അടിച്ചു കയറി. 2 മാസം കൂടെ ഞാൻ ഉള്ളൂ. അത്രയ്ക്കൊന്നും പോവില്ല, നാളെ തീരും. ശരദേ, അമ്മേനൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കണം. അതിന് ഈ ചത്ത തള്ള കുളിച്ചിട്ട് ഇരുട്ടായിരുന്നു. നാളികേരം ചോദിച്ചിരുന്നു. നാളികേര കടയുണ്ടായില്ല. അപ്പൊ നാളികേരന്റെ സോപ്പ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇവനിത് കൊളാക്കൂന്ന് തോന്നണേ. പരിപാടി എന്തായാലും കൊളായല്ലോ. ഞാനല്ലേ പൂജയാണേ. തള്ള അവിടെ അച്ഛൻ 28 വർഷം മുന്നേ പറ്റിയ അബദ്ധമാണ് മോൻ. അപ്പൂപ്പന് 60 വർഷം മുമ്പ് പറ്റിയ അബദ്ധമാണ് അച്ഛൻ. തന്തേനെ കൊണ്ട് തോറ്റല്ല. എന്താ കാണിച്ചു വെച്ചേ? എന്റെ ഇവിടെ ഹൽദിയ ഈ ഡ്രസ്സിന് കടയിൽ നല്ല ഓഫർ ഉണ്ടായി. തന്തയില്ലാത്ത തന്തയുടെ പൂജ തുടങ്ങാൻ പോവാട്ടോ. മരിച്ചാളുടെ പേരെന്താ? അമ്മൂമ്മ. അതല്ല, വീട്ടിൽ വിളിക്കുന്ന ഒരു പേരില്ലേ? അമ്മൂമ്മ. അങ്ങനല്ല, അതല്ലാണ്ട് അമ്മൂമ്മല്ലാതെ വേറൊരു പേരില്ലേ? അച്ചാമ്മ. എന്റെ അച്ഛന്റെ അമ്മ. അതല്ലേ പറഞ്ഞ അമ്മാമ്മ. നീ ആദ്യം ചത്തോട്ടാ. അല്ല, എന്താ ശാന്തി പ്രശ്നം? ഇയാള് മരിച്ചാളുടെ പേര് പറഞ്ഞില്ല. പന്നിയുടെ മോനെ. ഒന്നുമില്ല. ഈ മരിച്ചാളുടെ പേരെന്ന് പറയാവോ? അമ്മ. അമ്മേനെ എന്താ വിളിക്കണേ? അമ്മ. അതല്ല, ഈ മരിച്ചാക്ക് അമ്മാന്നല്ലാണ്ട് വേറൊരു പേരില്ലേ? കള്ള. ഗതാഗതം തടസ്സാന്നാണല്ലോ കാണിക്കണേ. അതും തൂറ്റി. കാരണക മൂടിയോണ്ടേ തള്ളക്ക് അപ്പുറത്തെത്താൻ കഴിയില്ല. പ്രശ്നം വെച്ച് നോക്കുമ്പോ ആള് മരിച്ചിട്ടില്ല. എനിക്ക് അപ്പഴേ ആ തള്ള പറ്റിട്ടില്ല. തള്ള ആക്ടിങ് അച്ഛാ. അങ്ങനെയല്ല, ആളെന്തോ ആഗ്രഹം ബാക്കി വെച്ചിട്ടാ പോയിക്കണേ. ഞങ്ങളുടെ പുക കാണാൻ ആഗ്രഹിച്ചേ. തള്ള ഒരാഴ്ചയായിട്ട് സാധന സീരിയൽ കണ്ടില്ല. അതായിരിക്കും. ഫോൺ എടുക്കടാ. നിങ്ങൾക്കില്ലാത്ത സാധനം. അതെന്തരടേ നമുക്കില്ലാത്തൊരു സാധനം? പെണ്ണ്. ഈ 6 പാക്ക് വരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഒരു എളുപ്പ വഴിയുണ്ട്, പറയട്ടാ. കുറച്ച് താഴെ കുനി, നല്ല സ്ട്രെയിറ്റ് ആയി. മതിയാ? മതി. നടാനങ്ങോട്ട് കളിയാക്കില്ല. എനിക്ക് OCD ഉള്ളതാണ്. അതിവന്റെ തന്തയ്ക്കുണ്ട്. മറ്റുള്ളവരെ OCD. മച്ചാനെ, എന്റെ ബാല്യകാല നൻപൻ വരുന്നു. അവൻ കണ്ടില്ല. പക്ഷെ നമ്മള് വേഷ കണ്ട് ഇങ്ങോട്ട്
അതുവഴി വീട്ടിൽ വിട്ടോ. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി